ലാസ്റ്റ് ഗ്രേഡ് എക്സാം വയനാട് നടന്ന കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജലീന്റെ വയസ്സും അതിന്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഖലിന്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും? ജലിന്റെ വയസ്സും അതിന്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഖലിന്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കത് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വേഗം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 8, 6, 5, 10 എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജലീന്റെ വയസ്സ് അത് എത്രയായിട്ട് എടുത്തു? സാധാരണ ഇപ്പോൾ എക്സ് വൈ എന്നൊക്കെ എടുക്കുന്നതിനേക്കാളും ഇപ്പോൾ നമ്മൾ പറയും ജലീന്റെ വയസ്സ് എക്സ് ആയിട്ട് എടുത്തു, ഖലീന്റെ വയസ്സ് വൈ ആയിട്ട് എടുത്തു. പിന്നെ അവസാനം നമ്മൾ ചെക്ക് ചെയ്യണം ജലീന്റെ വയസ്സ് ഏതായിരുന്നു, എക്സ് ആയിരുന്നോ വൈ ആയിരുന്നോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ ജലീന്റെ വയസ്സ് ജെ എന്ന് തന്നെ ഡിനോട്ട് ചെയ്തു. അതിന്റെ 1/3 ഭാഗം എന്ന് വെച്ചാൽ 1/1 ഗുണം 1/1 ഇൻറ്റു ജെ. ഓക്കെ, അപ്പൊ ജെ പ്ലസ് 1/1 ഇൻറ്റു ജെ അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഖലീന്റെ വയസ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആഡ് ചെയ്യാൻ കിട്ടിയേക്കുവാണ്. നമ്മളത് എങ്ങനെ കൂട്ടും? അപ്പൊ ഇവിടെ ഈ ജെ പ്ലസ് 1/3 ജെ എന്നുള്ളതിൽ ഇവിടെ ഛേദമില്ല, ജെക്ക് ഛേദമില്ല. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ LCM, അതായത് ഇപ്പുറത്തുള്ളതിന്റെ ഛേദമാണ് 3, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 ഇൻറ്റു ജെ പ്ലസ് 1 ജെ ഹോൾ ഡിവൈഡ് ബൈ എന്താക്കി? 3 ആക്കി. അപ്പൊ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ 3 എഴുതി. ഓക്കെ, LCM കണ്ടു എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ദാറ്റ്സ് ഈക്വൽ ടു 20 നമ്മൾ എഴുതി. 3j പ്ലസ് ജെ ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 20. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3j പ്ലസ് ജെ എത്രയാണ്? 4j ഈക്വൽ ടു എത്രയാണ്? 60. ജെ ഈക്വൽ ടു അപ്പോൾ എന്താണ്? 60/4. 60/4 എത്രയാണ്? 15. 60/4 എത്രയാണ്? 15. അപ്പോൾ 15 ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ജെ എന്ന് പറയുന്നത് ജലീന്റെ വയസ്സാണ് നമുക്കിപ്പോൾ 15 കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകുന്നതാണ്. അപ്പൊ എത്ര വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? രണ്ടുപേരുടെയും വയസ്സിനോട് 2 കൂട്ടണ്ടേ? അപ്പോൾ എത്ര വർഷം എന്നുള്ളത് അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലാണ് രണ്ടുപേരുടെയും കൂടി വയസ്സിന്റെ തുക 51 വയസ്സാവുന്നത്? അതായ വർഷം എത്രയാന്നുള്ളത് നമ്മൾ എന്തെന്നെടുത്തു? എക്സ് എന്നെടുത്തു. അപ്പോൾ 20 എന്ന് പറയുന്നത് ഖലീന്റെ വയസ്സാണ്. 20 പ്ലസ് എക്സ് പ്ലസ് അടുത്ത ജലീന്റെ വയസ്സ് 15 പ്ലസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് എത്ര വർഷമാണ് എടുക്കുന്നത്, അത് കൂട്ടിക്കഴിയുമ്പോൾ എത്ര വരുന്നു? 51. അപ്പൊ ഇതില് ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ 20 പ്ലസ് 15 ചെയ്യും, എന്നിട്ട് പ്ലസ് എക്സും കൂടി ചെയ്തു വയ്ക്കും എത്ര വർഷം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ വയസ്സ് അത്രയും കൂടും എന്നുള്ളത് ഓർക്കണം. അപ്പൊ 20 പ്ലസ് എക്സ് പ്ലസ് 15 പ്ലസ് എക്സ് ഈക്വൽ ടു 51. അപ്പൊ 20ഉം 15ഉം എത്ര കിട്ടും? 35. 35 പ്ലസ് എത്രയാണ്? 2x ഈക്വൽ ടു എത്ര കിട്ടി? 51. അപ്പൊ 2x ഈക്വൽ ടു ഈ 35 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 51 മൈനസ് 35 എന്ന് വരും. എത്രയാണ്? 16. അപ്പൊ x ഈക്വൽ ടു എത്രയാണ്? x ഈക്വൽ ടു 8. അപ്പൊ x ഈക്വൽ ടു 8 എന്ന് വരും. അതായത് 8 വർഷം കഴിഞ്ഞാലാണ് രണ്ടുപേരുടെയും കൂടി വയസ്സിന്റെ തുക എത്രയാകുകയുള്ളൂ? 51. അപ്പൊ ഇത് വേണമെങ്കിൽ ചെയ്തു നോക്കാം. കാരണം 20 വയസ്സാണ്. 20 വയസ്സ് 8 വർഷം കഴിയുമ്പോൾ 28 വയസ്സാകും. 15 വയസ്സെന്നുള്ളത് 8 വർഷം കഴിയുമ്പോൾ 23 വയസ്സാവും. 28ഉം 23ഉം കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 51 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രോബ്ലം. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഇതാണ് 32 ഗുണം 5 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8 മൈനസ് 12 മൈനസ് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 12 പ്ലസ് 48/3 അതിന് തുല്യമായ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 144, 164, 136, 168. നിങ്ങൾക്കിതൊന്നും മനസ്സിൽ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ ചെയ്യാനായിട്ട് വേണ്ട റൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ബോർഡ് മാസ് റൂളാണ്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ, ഇങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആദ്യം തന്നെ തന്നിരിക്കുന്നത് എടുത്തെഴുതി. 32 × 5 + 72 ഡിവൈഡഡ് ബൈ 18 എന്ന് തന്നെ എഴുതി. അത് -12 + 48/3 എന്നുള്ളത് ബ്രാക്കറ്റിൽ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നമ്മളിത് ആ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ബ്രാക്കറ്റാണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ്? 12 + 48 ഡിവൈഡ് ബൈ 3 ആണ് നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം സോൾവ് ചെയ്തിട്ട് വേണം ബാക്കി ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്ലസ്സും ഉണ്ട്, ഒരു ഡിവൈഡ് ബൈ ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്തിട്ടാണ് അഡീഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ 48 ഡിവൈഡ് ബൈ 3, 48 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 16. ഇവിടെ ഓൾറെഡി 12 ഉണ്ട്. അപ്പോൾ 12 + 16 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്തു. 12ഉം 16ഉം എത്രയാണ്? 28 ആണ്. 28. ഇനി ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ 32 × 5 ഉണ്ട്, 72/18 ഉണ്ട്. അപ്പോൾ അവിടെയും ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്തു. 72/18 എത്രയാണ്? 4 ചെയ്തു. ഇനി 32 × 5 നമ്മൾ എത്ര ചെയ്തു? 160 ചെയ്തു. ഇവിടെ 4, ഇവിടെ -28. അപ്പോൾ എത്ര കിട്ടി ആൻസർ? 136 എന്ന് കിട്ടി. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതിൽ 1/2 + 2/3 + 3/4 + 5/6 എത്രയാണെന്നാണ്. 1/2 + 2/3 വാവാ ഓക്കെ. അപ്പോൾ ഇതിൽ 1/2 + 2/3 + 3/4 + 5/6 11/4 15/4 6 3/2 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആദ്യം തന്നെ എടുത്തെഴുതി. 1/2 + 2/3 + 3/4 + 5/6 എന്ന് എഴുതി. ഇനി ഇതുപോലെ ഭിന്നസംഖ്യകൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ LCM അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കും. ലസാഗു കണ്ടുപിടിക്കാനായിട്ട് ഈ ഭിന്നസംഖ്യകളുടെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ അഥവാ ഛേദം ഇവിടെ എടുത്ത് എഴുതി. 2 3 4 6 2 3 4 6. അപ്പോൾ നമ്മൾ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ 4 സംഖ്യകളും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ നോക്കണം. അപ്പോൾ അതിൽ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും 2ഉം 4ഉം 6ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 കൊണ്ട് നമ്മൾ ചെയ്തു. അപ്പോൾ 2 × 1 ആണ് 2. ഇവിടെ 3-ലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 3 അതുപോലെ തന്നെ എഴുതി. 2 × 2 ആണ് 4. 2 × 3 ആണ് 6. ഇനി ഒന്നുകൂടെ നോക്കുക. അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 അതുപോലെ ഇറക്കി എഴുതി. 3-ൽ എത്രയാണ്? 1 ആണ്. 2 അതുപോലെ തന്നെ ഇറക്കി എഴുതി. ഇവിടെ 3-ൽ 1. അപ്പം ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 2 കൊണ്ട് ചെയ്താലും ഒരു 2 എന്ന് ഇവിടെ ബാക്കിയെല്ലാം 1 ആവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ലസാഗു എത്രയാണ്? 2 × 3 × 2 അത്രയാണ് ലസാഗു. ഈ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുക. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം വാല്യൂ ആയതുകൊണ്ട് 1 ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലസാഗു കിട്ടിക്കഴിഞ്ഞാൽ ലസാഗു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ലസാഗു കൊണ്ട് ഓരോ ഭിന്നസംഖ്യയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ഭിന്നസംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു 1/2 × 12 ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് പ്ലസ് 2/3 × 12 ചെയ്തു. അത് പ്ലസ് അത് കഴിഞ്ഞിട്ട് ഏതാണ്? 3/4 × 12 പ്ലസ് 5/6 × 12 അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ, അത് ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്, സോറി. ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് എഴുതണം? 12 എഴുതണം. ഇനി അപ്പോൾ ഓരോ ഭിന്നസംഖ്യയെയും മൾട്ടിപ്ലൈ ചെയ്യണം LCM വെച്ച്. എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ LCM എഴുതണം. അപ്പോൾ 1/2 × 12 എഴുതുമ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. 2/3 × 12-ൽ 2 × ഈ 3ഉം 12 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ 2 × 4 എന്ന് വന്നു. അടുത്തതിൽ 4ഉം 12ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 3 × 3 9 എന്ന് എഴുതി. അതുപോലെ ഈ 6ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. അവിടെ 5 × 2 വന്നു. അപ്പോൾ 6 + 2 × 4 8 9 + 5 × 2 10 ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കണം? 12 കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 8 14 14 9 23 23 10 33 33/12 എന്ന് വരും.
അപ്പോൾ ഇത് നമുക്ക് ഇനി ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് 3 വെച്ച് ഹരിക്കാൻ പറ്റും. 33 കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് 3 വെച്ചാൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ 11 വെച്ചാണ് പറ്റുള്ളൂ. അപ്പോൾ 3 വെച്ച് ഹരിക്കുമ്പോൾ മുകളിൽ 11 വരും, താഴെ 3 4 12. അപ്പോൾ 11/4. ഇപ്പോൾ 4ൽ 11 അല്ലെങ്കിൽ 11/4 നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഭിന്നസംഖ്യകൾ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുക? LCM കൊണ്ട് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ LCM കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലവും 3 ടൈപ്പാണ് ഞാൻ തന്നത്. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലം നിങ്ങൾക്ക് എളുപ്പമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു സെഷൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.